ഹായ് നമസ്കാരം, വിനായകാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു സെയിൽസിലെ. അതിൽ ഏറ്റവും അടിപൊളിയായുള്ള സ്ലാബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ന് പറയാനുള്ളത് ഫ്ലാറ്റിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഓൺടർപ്രണേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഫ്ലാറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫിക്സഡ് സാലറി ഉണ്ടാവും. ഈ ഫിക്സഡ് സാലറിന്റെ പുറമെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ ഏത് വിറ്റ് കഴിഞ്ഞാലും അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അതായത് ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ 500 രൂപയായിരിക്കും അവരുടെ പ്രൊഡക്റ്റോ സർവീസസോ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 50,000 രൂപ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് 500 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർസെന്റേജ്. ഇത് എപ്പോഴും വരുന്നത് പ്രൊഡക്റ്റിന്റെ ബേസ് ചെയ്തിട്ടല്ല, ഫിക്സഡ് ആയിരിക്കും. അവരുടെ പ്രൊഡക്റ്റിനെ ഇത്ര രൂപയാണ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ 10 എണ്ണം വിൽക്കുന്ന ആൾക്ക് 5,000 രൂപ കിട്ടും. 20 എണ്ണം വിൽക്കുന്നതനുസരിച്ച് നമുക്ക് ഇൻസെന്റീവ്സ് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു, നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഒഴുക്കും പാട്ടിൽ പോകുന്ന ഒരു സെയിൽസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ സ്ലാബ് എന്ന് പറയുന്ന സമയത്ത് നോക്കുമ്പോൾ കുറേയും കൂടി എനിക്ക് ഇൻസെന്റീവ് കിട്ടണം, കുറേയും കൂടി എനിക്ക് പെർസെന്റേജ്, എനിക്ക് കുറച്ചും കൂടി പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പണിയെടുക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു ഡീമോട്ടിവേറ്റീവ് ആയിരുന്ന സ്ട്രക്ചറാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ട്രാക്ക് പേയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് കമന്റിൽ ഇൻസെന്റീവ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ DM-ലേക്ക് ഈ 10 നമ്മുടെ ഇൻസെന്റീവ് സ്ട്രക്ചറിന്റെയും വിത്ത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് DM ചെയ്ത് കിട്ടുന്നതായിരിക്കും. Thank you.